ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത വർക്കിന് നാഗർകോവിലിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി സുലയും രുദ്രയൊക്കെ ഉള്ളു ഇവിടെ, അമ്മമ്മ അച്ഛനൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കോ എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ ഫൈറ്റ് ഷൂട്ടിനായിട്ട് ഇപ്പോൾ നാഗർകോവിലിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം വന്നിട്ട് ഉച്ചയ്ക്ക് 11:30 എനിക്ക് 12 മണിക്കാണ് വർക്കലയിൽ നിന്ന് ട്രെയിൻ. നമ്മുടെ ബാക്കിയുള്ള ടീമൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മാത്രമല്ല, നമ്മളെ സ്റ്റണ്ട്മാൻ എൻ്റെ ബ്രദർ അൻവർ എറണാകുളത്തു നിന്ന് വരുന്നുണ്ട്. ഞാനും അവനുമായിട്ടായിരിക്കും നാഗർകോവിലിൽ നിന്ന് പോവുക. ബാക്കിയുള്ളവർ കാറിലും ബൈക്കിലുമായിട്ടൊക്കെ പല ഏരിയയിൽ നിന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. പോയിട്ട് വരട്ടെ മക്കളെ, പോട്ടെ. അപ്പോൾ വണ്ടി ഞാൻ പാർക്ക് ചെയ്ത് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലെത്തി. 12 മണിയായി. ട്രെയിൻ കുറച്ച് ലേറ്റാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. മെമു പോയി കേട്ടോ. സംഭവം ഞാനിപ്പോൾ നാഗർകോവിൽ ജംഗ്ഷനിലുണ്ട്. ഇനി അൻവർ പുറകെ ഉള്ള ട്രെയിനിലാണ് വരുന്നത് കേട്ടോ. അവന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. കഴിച്ചില്ല, ആ വന്നിട്ട് ഒത്തുപോയി കഴിക്കണം. ബാക്കി ടീമുകളൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. എപ്പോഴും കയറിയത് ട്രെയിനിൽ ഇന്നലെ ഉറങ്ങാതെ രാവിലെ ഒന്ന് കയറിയത്. വെളുപ്പിന് കയറി വളരെ ലേറ്റല്ലേ ട്രെയിൻ? ഭയങ്കര ലേറ്റ് ആയിരുന്നു. 2 മണിക്കൂർ ലേറ്റ്. എപ്പോൾ വരാനുള്ള ട്രെയിനാണത്? എല്ലാം കഴിച്ചത് ഉച്ചയ്ക്കെല്ലാം ഞാൻ രാവിലെ ഒരു മിനിറ്റ് പുട്ടുന്നുണ്ടോ. എനിക്ക് പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങി. രാവിലെ മെസ്സേജ് ഇട്ടില്ല ഒരു 10:30 മണിക്ക്. അപ്പോഴും ഞാൻ എണീച്ചതേ ഉള്ളൂ. അതുപോലെ മെമുവും ലേറ്റായിരുന്നു, അതുകൊണ്ട് മെമുവും കിട്ടി. ഇതെല്ലാം കഴിക്കണം കേട്ടാ. കഴിക്കണം. നല്ല നോൺ വെജ് ഹോട്ടലിൽ കയറാം. എനിക്ക് പനി പിടിച്ച് കിടപ്പായിരുന്നടാ. പനി പിടിച്ച് എത്ര ദിവസം കൊണ്ട് കിട. നമ്മൾ അടുത്തൊരു ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ. അവിടെ കയറി 2 ചിക്കൻ ബിരിയാണി കഴിച്ചു. ഒരു വലിയ പീസ്, ഒരു മുട്ട, ഗ്രേവി ഉണ്ട്. കുറച്ച് ഗ്രേവി ഒഴിച്ച് നോക്കാം. കുറച്ച് പപ്പടം. അതെ, കുഴപ്പമില്ല, കഴിക്കട്ടെ. നാഗർകോവിൽ ജംഗ്ഷനിലൂടെ തേരാപ്പാര ഞാനും അൻവറും. സംഭവം ചെറിയ ജലദോഷം ഉണ്ട് കേട്ടോ. അതിന് മെഡിക്കൽ സ്റ്റോറിൽ കയറി പാരസെറ്റാമോളിൻ്റെ ഗുളിക മേടിച്ചു. ഇനി നമ്മൾ ഓട്ടോ പിടിക്കട്ടെ. ഓട്ടോ പിടിച്ചിട്ട് നമ്മുടെ ലൊക്കേഷൻ തപ്പി എടുത്ത് പോട്ടെ. ഇവിടെ നിന്ന് 1.5 കിലോമീറ്ററേ കാണിക്കുന്നുള്ളൂ. നോക്കട്ടെ. നാഗർകോവിൽ പെട്ടെന്ന് നമ്മൾ തീരുമാനങ്ങൾ മാറ്റി സുഹൃത്തുക്കളെ. നമ്മൾ നടന്നു പോവുകയാണ് കേട്ടോ. 1.5 കിലോമീറ്റർ ഉണ്ടല്ലോ. അതെ, നടന്നു പോകുക 1.5 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ വണ്ടിയിലാണെങ്കിൽ ഒരു 3 കിലോമീറ്റർ 2.5 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അതെ, നമ്മളെ നല്ല രീതിക്ക് ഇറക്കായിരുന്നു. പക്ഷേ നമ്മൾ 3.7 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അതെ, നല്ല രീതിക്ക് കറങ്ങണം. ഇത് ഫുള്ള് 1 വേ സൈഡാണ് കേട്ടോ. ലൊക്കേഷൻ അറിയാത്തതുകൊണ്ട് നമ്മൾ കറങ്ങും. അതെ, നമുക്ക് സ്ഥലവും അറിഞ്ഞുകൂടാ. നമ്മളങ്ങ് ഇരുന്നൂടെ തന്നെ സംഭവം നടക്കാം. ഇഷ്ടംപോലെ ടൈമുണ്ട്. നാളെ രാവിലെ 8 മണിക്കാണ് കോൾ ടൈം. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നാഗർകോവിൽ ജംഗ്ഷനൊക്കെ കണ്ട് പതുക്കെ നടന്ന് പോവാം. ഓക്കെ, അറിയത്തില്ല. ചാടണോ?
ഏത് ഭാഗത്തോട്ട്? നേരെ അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. A1 റെസിഡൻസി റൂംസ്. ഇവിടെയാണ് നമുക്ക് റൂം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എൻട്രൻസ് എവിടെയാണോ, സൈഡ് വഴിയാണോ എന്നറിയത്തില്ല. ഓക്കെ, A1 റെസിഡൻസി. ഓക്കെ, അൻവർ ഫോമെല്ലാം ഫില്ല് ചെയ്യുകയാണ്. റൂമിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം. ഇപ്പോൾ റൂം വന്ന് 3ാമത് മാടി, ഇത് ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ ഓക്കെ സുഹൃത്തുക്കളെ, റൂം നമ്പർ 305 നമ്മുടെ റൂം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു റൂം ടൂറിലേക്ക് സ്വാഗതം. അതെ, ജസ്റ്റ് നമ്മൾ കയറി വരുന്നതും നേരെ റൂമിലേക്ക്. ഇതാണ് ഷട്ടർ ഓണായി കിടക്കുന്നത്. 1 മിനിറ്റ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ വിശാലമായ ബെഡ്റൂമാണ്. ഫസ്റ്റ് ഒരു ഡബിൾ ബെഡ്, ഒരു ചെയറ്, പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ വയ്ക്കാനായിട്ട് ഒരു ചെറിയൊരു അലമാര പോലത്തെ സംഭവം. ഇവിടെ TV ഉണ്ട്, ഫോണുണ്ട്, കേബിളുണ്ട്, വെള്ളം കുടിക്കാൻ ഗ്ലാസ്സുണ്ട്, ഒരു ട്രേ ഉണ്ട്, പിന്നെ എന്തിനോ ഒരു കൂട്ടുണ്ട്. എന്തിനായിരിക്കും കൂട്ട്? ഓക്കെ, ഇനി നമ്മുടെ ബാത്റൂം. ഓക്കെ, നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം കേട്ടോ. ആ ഹീറ്ററൊക്കെ ഉണ്ട്. വാഷ് ബേസിൻ സെറ്റാണ് കേട്ടോ. അത് പുതിയതാണെന്ന് എല്ലാം. നല്ല അടിപൊളി ബാത്റൂമാണ് കേട്ടോ. സെറ്റ് സാധനം. എനിക്കൊന്നിപ്പം പണി കഴിപ്പിച്ച് ഒരു ഇതായതേ ഉള്ളൂ തോന്നുന്നു. ഓക്കെ, ഇനി റെസ്റ്റ് എടുക്കട്ടെ. ഇനി വീട്ടിലോട്ടൊന്ന് വിളിക്കണം. ഇനി ബാക്കി നമ്മൾ കേരളത്തിൽ നിന്ന് മലയാളികൾ ഫസ്റ്റ് നമ്മളാണ് കേട്ടോ. ബാക്കി ഫൈറ്റേഴ്സൊക്കെ വരുന്നതേ ഉള്ളൂ. വേറെ തമിഴ് ഫൈറ്റേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം മലയാളികൾ നമ്മൾ രണ്ടുപേരും എത്തിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഹായ്, ഇപ്പോൾ ടൈം വന്നിട്ട് രാത്രി 8:30 മണിയായി കേട്ടോ. ഇപ്പോഴും ബാക്കിയുള്ള ടീമുകളൊന്നും എത്തിയിട്ടില്ല. അവർ രാത്രി ആവും കേട്ടോ. രാത്രി ഒരു 10-12 മണിയൊക്കെ ആപ്പോഴേ ബാക്കിയുള്ള ടീമുകളെത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ഫുഡ് വന്നിട്ട് നാളെ മുതലേ ഉള്ളൂ. നമ്മളിന്ന് റൂമിൽ എത്തത്തേ ഉള്ളൂ എല്ലാവരും. നമ്മളിന്ന് നേരത്തെ വന്നതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മളിപ്പം വൈകുന്നേരം രാത്രി ഫുഡ് പുറത്തുനിന്നാണ്. ഇപ്പോഴത്തെ ഫുഡ് ഹോട്ടലെന്ന് പറഞ്ഞാൽ ഹോട്ടൽ നോക്കി കണ്ടുപിടിച്ച് നല്ലൊരു ഹോട്ടൽ നോക്കി കഴിക്കാൻ പോകണം. അൻവർ റെഡി ആവുന്നുണ്ട്, ഞാൻ റെഡിയായി സെറ്റായി നിൽക്കുവാണ് കേട്ടോ. ബാഗൊക്കെ ഉണ്ട്. ചുമയായതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം എടുക്കണം. അതിന് ഫ്ലാസ്കൊക്കെ ആയിട്ടാണ് പോകണം കേട്ടോ. ചൂടുവെള്ളമൊക്കെ തരുമെന്ന് പറഞ്ഞാൽ എന്തായാലും നോക്കാം. ഓക്കെ, പടിക്കെട്ട് ഇറങ്ങി 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 പോകണം. ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫിഷ് ടാങ്ക് കാണാം. നേരത്തെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എടുത്തില്ല. ഒരു അപ്പോൾ നൈറ്റ് നമ്മൾ നാഗർകോവിലിൻ്റെ തെരുവീതികളിലൂടെ ഹോട്ടൽ തിരക്കി നടക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളടുത്ത് അവിടുത്തെ റിസപ്ഷനിലുള്ള ചേട്ടൻ പറഞ്ഞു ഇവിടെ തൊട്ടടുത്ത് ഒരു ക്ലോക്ക് ടവറുണ്ട്. ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് പ്രഭു എന്ന പേരുള്ള ഒരു ഹോട്ടലുണ്ട്. നല്ല ഫുഡാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മളത് നോക്കി പോവുകയാണ്. നോക്കട്ടെ. നമ്മൾ ഹോട്ടൽ കണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ നല്ല തിരക്ക്. നമ്മളവിടെ കയറിയില്ല. നമ്മൾ പിന്നെ വേറൊരു ഹോട്ടൽ നോക്കി പോവുകയാണ് കേട്ടോ. കാണും വേറെ കൊച്ചു കൊച്ചു ഹോട്ടലൊക്കെ അവിടെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ തിരക്കി നടന്ന സാധനം കണ്ടു. ആകെ ഒരെണ്ണം ഉണ്ട്. അത് നമുക്ക് വേണ്ടി മാത്രം കിടന്ന് കറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ,
അപ്പോൾ തന്തൂരി വന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ അൻവർ 2 പൊറോട്ട പറഞ്ഞു, ഞാൻ 2 ചപ്പാത്തി പറഞ്ഞു, ചൂടുവെള്ളത്തിന് ഫ്ലാസ്ക് കൊടുത്തു. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ ഫുഡ് കഴിച്ചു. ഇനി പരിപാടിയൊന്നുമില്ല, നേരെ റൂമിൽ പോവുക, വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങുക, അതാണ് പരിപാടി. നേരെ റൂമിലെത്തുക. അങ്ങനെ തെരുവീതികളിലൂടെ വീണ്ടും രാത്രി നടന്ന് പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ കുറേ അങ്ങ് നടന്നു പോയേട്ടാ. കുറേ നടന്നു പോയപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. നമ്മളെ ഫ്ലാസ്കിൽ വെള്ളം നിറച്ചിട്ട് അതെടുത്തില്ല, അത് ഹോട്ടലിൽ വെച്ചിട്ട് പോയി. ഞാൻ തിരിച്ചെടുക്കാൻ വരെയാണ് കേട്ടോ. അവിടെ കാണുമെന്ന് വിശ്വസിക്കുന്നു, അവിടെ തന്നെ കാണും, ഇന്നില്ലാതെ അവിടെ പോവാൻ അല്ലേ. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ റൂമിലെത്തിയിരിക്കുകയാണ്. റൂമിലല്ല, ആ ബിൽഡിങ്ങിലെത്തിയിരിക്കുകയാണ്. പോയിട്ട് ഈ പറഞ്ഞ പോലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എഡിറ്റ് ചെയ്യും. ഒരു സിനിമ കാണണം, ചട്ടാപ്പച്ച കാണണം. ഓ, തിരിച്ച് റൂമിലെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. ഓക്കെ, ലൈറ്റ് ഓടുന്ന തമ്പി. 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എത്താറായപ്പോഴാണ് ഫ്ലാസ്കിൻ്റെ കാര്യം ആലോചിച്ചേട്ടാ. അപ്പോൾ സംഭവം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുവാണ്. നാളത്തെ വിശേഷങ്ങളോട്ട് നാളെ വരാം. അതുവരെ ടാറ്റാ.